ആ നീ എപ്പോ വന്നു? ബിയറിൽ നിർത്തിക്കോ, പകലാണ്. ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തിന്? ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. 1 മണിക്കൂർ നേരം എരിപൊരി സഞ്ചാരം കൊണ്ടു. ആ ബോംബെന്ന് കാള് വന്നു. സ്റ്റെർലിംഗ് ഗ്രൂപ്പിന്റെ GM നാളെ മുതൽ 2 ദിവസം ബോംബെയിലുണ്ടാവും. മറ്റന്നാൾ രാവിലേക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നാളെ നീ ബോംബെക്ക് പോണം. ദാ ഇവിടെ ഒരു 4 ദിവസത്തെ കാഷ്വൽ ലീവ് കൊടുക്കണം. ഞങ്ങളെ വരാൻ പോകുന്ന ഹോട്ടൽ കമ്പനിയുടെ കാര്യത്തിനാണ്. ഞാൻ പോയിട്ടിപ്പോ നീയും നരേഷും ഒരു ഫോർമൽ അപ്രൂവൽ. നമ്മൾ പണി തുടങ്ങി അവർ ആ ചേഞ്ച് ഈ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലയും. പേപ്പേഴ്സ്, ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരും. നീ വേഗം ഓഫീസിലേക്ക് വാ. ഓ കാർ വന്നു. അപ്പൊ വേണോട്ടിന് ഉണ്ടേ? ചോറ് ചായ എന്നല്ലാണ്ട് ഈ കുട്ടിക്ക് വേറെ വിചാരമില്ലല്ലോ. വൈകുന്നെങ്കിൽ ഞാൻ പ്യൂണിനെ അയക്കാം, കൊടുത്തയച്ചാൽ മതി. ലഞ്ചോ ഡിന്നറോ എന്ത് വേണേ കൊടുത്തേക്ക്. അയാൾ പറഞ്ഞാൽ അതിലപ്പുറമില്ല. ഇത്തിരി താണ് തൊഴു നിന്നാ സന്തോഷാവുന്ന ടൈപ്പാണ് അത്രേ. യെസ്, കണക്ട് മീ. ഓക്കെ, പോയിക്കോളൂ. കണ്ട ശേഷം എന്നെ വിളിക്കേ. യെസ് മിസ്റ്റർ കഫാറോ, when did you arrive? ആ അംബാസഡർ കാർ വീട്ടിലേക്കൊന്ന് അയക്കണം. Always welcome. Plenty, but no bargain, Mr. Kafaro. ദേവി കടന്നോ? ഇല്ല, കഴിച്ചിട്ടുമില്ല. വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. ഓ മൈ ഗാഡ്, ഞാൻ രാജൻ പറഞ്ഞ കാര്യം മറന്നു. കാർ അയക്കാൻ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഏയ്, അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാജേട്ടൻ പറഞ്ഞു നാട്ടിൽ വേണമെങ്കിൽ പൊയ്ക്കോളാൻ. വർക്ക്ഷോപ്പിൽ നിന്ന് ഡ്രൈവർ വന്നില്ല. അയാളെ കണ്ടാൽ ഓർക്കുമായിരുന്നു. ടാക്സി, പരിചയമുള്ള ടാക്സിയിലുണ്ട്, അയക്കായിരുന്നല്ലോ. രാജേട്ടൻ പറഞ്ഞേ ഉള്ളൂ. പോവണ്ട വിശേഷിച്ച് കാര്യമൊന്നുമില്ല. കഴിക്കാറായില്ലേ? നേരത്തെ എത്തണമെന്ന് വിചാരിച്ചിട്ടും വൈകി. വീട്ടിലാവുമ്പോഴും അച്ഛൻ വരാൻ ഒരുപാട് വൈകും. ഒരു ഇറ്റലിക്കാരൻ, ഇംഗ്ലീഷും ശരിക്കറിയില്ല. ഭയങ്കര അധ്വാനമാണ് അയാളോട് സംസാരിക്കാന്ന് വെച്ചാൽ. പക്ഷെ അയാൾ മാക്സിമം മരം വായിക്കുന്നത് നമ്മുടെ അടുത്തുനിന്നാ. ഗീവ് മി എ ഡ്രിങ്ക്. വേണോ? ജസ്റ്റ് 1. 3 എണ്ണമാണ് സ്ഥിരം കോട്ട. 2 എണ്ണം സായിപ്പിനൂടെ കഴിഞ്ഞു. ചെല്. നാളെ പോണോ നാട്ടില്? അങ്ങനെ രാജേട്ടൻ പറഞ്ഞിരുന്നു. അതിലും നല്ലതൊരു വണ്ടി വെച്ച് അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറയാം. രാജന്റെ അച്ഛനും അമ്മയോട് താമസിച്ചിട്ടില്ലല്ലോ. ആ അവരും വരട്ടെ. വേണമെങ്കിൽ 2 വണ്ടി അയക്കാം. കുട്ടികളും വരട്ടെ. വെക്കേഷൻ അല്ലേ? വീട് നിറച്ച ആളുണ്ടാവുന്ന ഒരു രസല്ലേ? ഫൈൻ, അത് ചെയ്യാം. കുമാരേട്ടന്റെ സഹായത്തിന് ക്ലബിൽ നിന്ന് ഒരാളെ കൂടെ വിളിക്കാം. ഈസി. ഓരോരുത്തരുടെ ജോലിക്കാര്യം പറഞ്ഞ് എനിക്ക് നാട്ടിൽ നിന്ന് ചില കത്തൊക്കെ വരുന്നുണ്ട്. നാട്ടിൽ ചെന്നാ അതാവും ഇനിയൊരു ശല്യം. എന്ത് ചെയ്യാൻ? വരുന്ന ഓരോ കേസും കേട്ടാ നമുക്ക് വിഷമം തോന്നും. സാധിക്കണ്ടേ? കണക്കെഴുത്തെന്നും പറഞ്ഞ് എനിക്ക് ആദ്യം കിട്ടിയ ജോലി ചെന്ന് നോക്കിയപ്പോ തോട്ടപ്പണിയായിരുന്നു. ഒരു സേട്ടുവിന്റെ വീട്ടിൽ. ശിവേട്ടൻ ശ്രമിച്ചിട്ട് കിട്ടിയതാ. ഒരു 6-7 മാസം നോക്കി. പണി എങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. കൊള്ളാന്നേ പറയൂ. പുല്ലുവെട്ടലും വേലി കത്തിരിക്കലും ഒക്കെയാണ് ജോലിയൊന്നും മിണ്ടിയതേ ഇല്ല. വേണുവേട്ടന്റെ എക്സ്പീരിയൻസ് ഭയങ്കരാണല്ലോ. അതും നല്ലതാ. അതൊക്കെയായിരുന്നു ശരിക്കുമുള്ള പഠിപ്പ്. ഈവനിങ് കോളേജിൽ പഠിച്ചതൊന്നും വലിയ കാര്യമല്ല. തോട്ടക്കാരന്റെ പണി എത്ര കാലം? പിന്നെ അത് 6 മാസം. ജയിലിലായി എന്നതാണ് ഉദ്യോഗം കൊണ്ടുണ്ടായ മിച്ചം. ജയിലിലോ? എന്തിന്? കളവ് കേസ്. ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരുമ്പോ ശിവേട്ടൻ അടിച്ച അടി അത് മറക്കില്ല. ശരിക്ക് കളവ്? ഞാൻ കണ്ടിട്ടില്ല. അടി കഴിഞ്ഞ് സത്യം പറഞ്ഞപ്പോ പാവം ശിവേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനും കരഞ്ഞുപോയി. പിന്നെങ്ങനെ ജയിലില്? സേട്ടു മഹാഭക്തൻ, നല്ല മനുഷ്യൻ. അയാളും വിശ്വസിക്കുന്നല്ലോ എന്നതായിരുന്നു സങ്കടം. സേട്ടൂത്തിയുടെ മാല മോഷണം പോയി. കട്ടത് ഞാനാവാനേ വഴിയുള്ള നായമ തറപ്പിച്ച് പറഞ്ഞപ്പോ അയാൾ പോലീസിനെ വിളിച്ചു.
ആരാ ശരിക്ക് കട്ടത്? ആരും കണ്ടിട്ടില്ല, വെറുതെ പറഞ്ഞതാ. വെറുതെ? ആ, സേട്ടുവിന്റെ പാർട്ട്ണറുടെ മകൻ ഒരു അഴകുഴമ്പൻ യൂസ്ലെസ് ഉണ്ട്. വേലക്കാരിത്തള്ള എന്തിനു വിളിച്ച് അകത്തു പോയപ്പോ ആ ചെക്കനും ആ അമ്മയും തമ്മില് അപകടത്തിൽ ഞാനത് കണ്ടുപോയി. നാണക്കേട്. സത്യം പറയായിരുന്നില്ലേ? സേട്ടുവിനോട് എങ്ങനെ പറയും? പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ജീവിതത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ആദ്യത്തെ പാഠം, സത്യമെന്നത് ചിലവാകാത്ത കള്ളനാണയം. വരൂ, കഴിക്കാം. ആ, പിന്നൊരു കാര്യം, കുമാരേട്ടന് നേരത്തെ ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്. എന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യരുത്. സമയമാകുമ്പോൾ കഴിച്ചോളുക. ടൈമിന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പലപ്പോഴും പറ്റാറില്ല, വേണമെന്ന് വിചാരിച്ചാൽ തന്നെ. അങ്ങനെ പോരാ. ഇനി ഞാനിത് ശാസിക്കാൻ പോവാണ്. ആരോഗ്യം നോക്കുന്നില്ലെന്ന് കുമാരേട്ടനും പറയുന്നുണ്ട്. നോക്കാം, ശ്രമിച്ചു നോക്കാം. ഹലോ, യെസ്, ആര്? ആ, രാജനോ? ഫ്ലൈറ്റ് ടൈമിനായിരുന്നോ? ആ, ശരി. ദേവിയോ? ഇല്ല, പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇതാ കൊടുക്കാം. ദേവി, രാജന, ബോംബെ. ഹലോ ഹലോ ഹലോ, കേൾക്കണില്ലല്ലോ. ഹലോ ഹലോ, ലൈൻ കട്ടായി. നമ്മുടെ ടെലിഫോൺ സിസ്റ്റം. വെറുതെ വിളിച്ചതാ, കാര്യമൊന്നുമില്ല. 11:30. ഇരിക്ക്, ഞാൻ കഴിച്ചു കഴിയാൻ കാത്തിരിക്കണ്ട. എഞ്ചിനീയർ വിട്ടിട്ട് വാ. പെട്ടി വന്നിട്ട് എടുക്കാം. ശരി, ഓക്കെ നരേഷ്. ഓക്കെ. വീട്ടിലിരുന്ന് സിനിമ കാണാൻ പറ്റിയാൽ അതൊരു സൗകര്യം തന്നെയാണ്. അച്ഛനും അമ്മയും ഇപ്പൊ വന്നു. വേണു കാർ അയച്ചു. വരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോ അതൊരു സൗകര്യമായി. മുത്തച്ഛന്റെ കാര്യം എഴുത്തച്ഛൻ നോക്കിക്കോളും. അയാൾ അവിടെ കിടക്കുകയും ചെയ്യും. ചായ വേണോ അതോ കുളിച്ചിട്ട് ഊണ് കഴിക്കണോ? അമ്മയാണോ ഇപ്പൊ ഇവിടെ ഭരണം? ദേവി വേണുവിന്റെ കൂടെ അങ്ങാടിയിൽ എന്തോ വാങ്ങാനുണ്ടെന്നും പറഞ്ഞു പോയി. കൃഷ്ണേട്ടൻ ചെക്കപ്പ് നടത്തിയത് വിസ്തരിക്കുന്ന കേട്ടപ്പോ അച്ഛനും ഒരു മോഹം. വേണു കൊണ്ടുപോയിരുന്നു. ഒരു വസ്തുവില്ല, പ്രഷർ ഇത്തിരി ജാസ്തിയാ. അതിന് ദിവസം ഒരു ഗുളി കഴിക്കണം, വേറെ ഒന്നും വേണം. അല്ലേ രാജമാ, കുട്ടികൾ പറയണത് ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങിയ ഒരു അവസാനം ഉണ്ടാവോ? ആ, ഞാൻ നിന്നെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കായിരുന്നു. നീ എന്താ പിന്നെ വിളിക്കാഞ്ഞേ? എന്തായി? ഒക്കെ വല്ലാത്ത വില. പക്ഷെ നല്ല സാധനങ്ങളല്ലേ, വിലയുണ്ടാവും. കുട്ടികൾ പറയേണ്ട താമസം എടുത്തു വെക്കാൻ പറയും വേണു. വില എന്താണെന്നുള്ള ചോദ്യം ഇല്ല. അങ്ങേർക്ക് പെട്ടെന്ന് പൂനെക്ക് പോകേണ്ടി വന്നു. ഡിസ്കഷൻ കഴിഞ്ഞില്ല. പൂനെ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക മറ്റാണോ? 35 മിനിറ്റ് ഫ്ലൈറ്റിന്. 2 ദിവസം അവിടെ ബിസി ആവുന്നു ഉറക്കുന്നു. അപ്പൊ തിരിച്ചു വരുന്നവരെ നീ വെയിറ്റ് ചെയ്യണം. ആവശ്യം നമ്മുടെ അല്ലേ? നിങ്ങളെയൊക്കെ ഓരോ കാര്യം ഏൽപ്പിച്ചാല് രണ്ടാലൊന്നറിയാൻ നേരെ മടങ്ങി വന്നിരിക്കുന്നു. ആ, ശരി, ഞാനൊന്നുകൂടെ വിളിക്കട്ടെ. സൗത്തിലേക്ക് വരുന്നുണ്ടോന്നറിയാം. ഞാനൊന്ന് പോയി വരാം. ഉണ്ണാൻ എന്നെ വെയിറ്റ് ചെയ്യണ്ട. ആ ദേവി, കുട്ടികളുടെ 1-2 ചില്ലറ സാധനങ്ങൾ കൂടെ വാങ്ങാനുണ്ട്. വൈകുന്നേരം അതോടെ വാങ്ങിച്ചു കൊടുക്കും. റെഡി, ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താ വേണുവിന് ദേഷ്യം പിടിച്ചിരിക്കുന്നത്? ഏകദേശം മനസ്സിലായി. ഏൽപ്പിച്ച പണി കഴിഞ്ഞിട്ട് പോന്നാ മതിയായിരുന്നില്ലേ? മടങ്ങി വരാതെ അവിടെ തന്നെ ഇരുന്നാൽ കൂടുതൽ സൗകര്യമായിരുന്നു അല്ലേ? എന്താ? ഒന്നുമില്ല. ഹലോ രാജൻ, ബോംബെയിലാണെന്ന് ആരോ പറഞ്ഞു. ആ, എഞ്ചിനീയർ ഓഫീസ് ഞാൻ വിളിച്ചിരുന്നു. ഏത് ഗ്രൂപ്പായിട്ട് ഹോട്ടലിലെ ലിങ്കപ്പ് ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ആ രാജൻ, ഷോപ്പ് റൂംസിൽ ഒന്ന് എനിക്ക് വേണം. ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്യാണ്. വേണുവേട്ടനുമായിട്ട് സംസാരിക്കും. താൻ വലിയ മാനേജിംഗ് പാർട്ട്ണർ പറഞ്ഞിട്ട് വിരൽ വെച്ച സ്ഥലത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കും അല്ലേടൂ? എന്ത് പാർട്ട്ണർ ആടൂ താൻ? മുതലാളിക്ക് ഒരു ഫോണുണ്ട്. എനിക്കോ? അല്ല, രാജ മുതലാളിക്ക്. താൻ എന്നാടൂ മുതലാളിയായത്? എന്താ, ആവാൻ പാടില്ലെന്നുണ്ടോ? ഊണെടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചിരിക്കുന്നു. എല്ലാവരും കഴിച്ചു. 10-10:30 വരെ കാത്തു. ഓഫീസിൽ വിളിച്ചപ്പോ
വൈകുന്നേരം വന്നില്ല എന്ന് വേണോട്ടം പറഞ്ഞു. ഞാനൊരു വീട് അറേഞ്ച് ചെയ്യാൻ നടക്കുകയായിരുന്നു. കണ്ടു, ഉറപ്പിച്ചു. ആർക്കാ വീട്? നമുക്ക്, പിന്നല്ലാതെ ആർക്ക്? എന്നും ഇവിടെ തന്നെ കൂടാന്നാണോ വിചാരിച്ചത്? എന്ന് അങ്ങനെ വേണോട്ടം പറഞ്ഞു. പറയണോ? അതിനാരുടെയെങ്കിലും പെർമിഷൻ വാങ്ങണോ? എനിക്ക് എന്റേതെന്ന് പറയാനൊരു സ്ഥലം വേണം. തീരുമാനിച്ചു. അപ്പോ വേണോട്ടൻ ഇവിടെ ഒറ്റയ്ക്ക്? നീ ശുശ്രൂഷിക്കാൻ വരുന്നതിനും ഒറ്റയ്ക്കായിരുന്നില്ലേ? അയ്യോ പതുക്കെ, അപ്പുറത്തെ മുറിയിൽ അപ്പുണ്ണേട്ടനും മാലേച്ചും കിടന്നിട്ടില്ല. അളിയച്ചാരും വന്ന്. ഇനി ആരുണ്ട് നാട്ടിൽ നിന്ന് വിരുന്നു വരാൻ ബാക്കി? ഓ, മുത്തശ്ശനുണ്ട്. മുത്തശ്ശനെ എഴുത്തച്ഛനെയും കൂടെ കെട്ടിയെടുക്കാറുന്നില്ലേ? വേണോട്ടം മുഖേന എന്തോ ഒരു കോൺട്രാക്ടിന്റെ കാര്യം ശരിയാക്കാൻ വന്നതാ അപ്പുണ്ണേട്ടൻ. നക്കാപ്പിച്ച കൊഴിഞ്ഞു വീഴുന്നത് നോക്കി എല്ലാവരും തൊഴുതു നിൽക്കുകയല്ലേ? ഈശ്വരനെ പോലെ ആശ്രിത വത്സലനായി ഇദ്ദേഹത്തിന്റെ ഒരു അഭിനയം, പ്രജകളായി നിങ്ങളുടെ അഭിനയം കാണുമ്പോ അറയ്ക്കും. അയ്യോ പതുക്കെ, വേണോട്ടം ഉറങ്ങിയിട്ടുണ്ടാവില്ല. എന്തൊക്കെയായി പറയണേ? കേട്ടാലെന്താ, തല പോവോ? നോക്കൂ, എടുത്തു ചാടി ഒന്നും നിശ്ചയിക്കണ്ട. വീടെടുക്കണ കാര്യമൊക്കെ വേണോട്ടനുമായിട്ട് ആലോചിച്ചിട്ട് മതി. വേണോട്ടം പറയണ പോലെ ചെയ്യാം. ഇനി എനിക്ക് ഒരു ഭയമേ ഉള്ളൂ. അയ്യോ, വേണുവേട്ടൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ ആ മുറിയിൽ കൂടെ കിടന്നോട്ടെ എന്ന് നീ ചോദിക്കുന്നത് എന്നാണെന്ന് കാത്തിരിക്കുകയാണ് ഈ ഉള്ളവൻ. പറഞ്ഞാലുണ്ടല്ലോ. എന്താ എന്താ ബഹളം? ഒന്നുമില്ല.